ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് UK-ലെ കഴിഞ്ഞ ദിവസം വന്നൊരു അപ്ഡേഷനെ പറ്റി പറയാനായിരുന്നു. മറ്റൊന്നുമല്ല, എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ സ്റ്റേ ബാക്കിൻ്റെ കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മളുടെ സ്റ്റുഡൻസ് വിളിക്കുമ്പോൾ ചോദിക്കുന്നത് UK-ൽ സ്റ്റേ ബാക്ക് പോയോ, വെട്ടിക്കുറച്ചോ, 6 മാസമായി എന്ന് കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേഷൻ വന്നു, 2 ഇയർ തന്നെയാണ് UK-ൽ സ്റ്റേ ബാക്ക് വരുന്നത്. അതായത് ബാച്ചിലേഴ്സിന് പോകുന്ന സ്റ്റുഡൻസിനും മാസ്റ്റേഴ്സിന് പോകുന്ന സ്റ്റുഡൻസിനും 2 ഇയർ തന്നെ സ്റ്റേ ബാക്ക് കിട്ടും. ഇനി നിങ്ങൾ മാസ്റ്റേഴ്സ് എടുത്തത് 1 ഇയർ മാസ്റ്റേഴ്സ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇയർ സ്റ്റേ ബാക്കിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു വ്യത്യാസവും ഇല്ല. പിന്നെ ഈ ജനുവരി മുതൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസ് അലൗഡ് അല്ലെന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ അത് നേരത്തെ മുതലേ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് മാസ്റ്റേഴ്സിന് പോകുന്ന സ്റ്റുഡൻസിന് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാം എന്നതായിരുന്നു. അപ്പോൾ അതിലാണൊരു മാറ്റം ഈ വർഷം മുതൽ വന്നത്. പക്ഷേ എങ്കിലും റിസർച്ചിന് പോകുന്നവർക്കും PhDക്ക് പോകുന്നവർക്കും അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. മാത്രമല്ല, പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഇനി ബാച്ചിലേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിലും 2 ഇയർ തന്നെ സ്റ്റേ ബാക്ക് ഉണ്ട്. IELTS ഇല്ലാത്ത പല ഓപ്ഷൻസും മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഉണ്ട്. ഇനി നിങ്ങൾക്ക് BSc നഴ്സിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് IELTS ഇല്ല എങ്കിൽ കൂടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. കാരണം IELTS ഇല്ലാതെ നഴ്സിംഗിന് ഓഫർ ലെറ്റർ കൊടുക്കുന്ന, അതായത് ട്യൂഷൻ ഫീ ആണെങ്കിൽ തന്നെ നമുക്ക് അഫോർഡബിൾ ആണ്. അങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റിയും ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ +2-ൽ മാത്സ് പഠിച്ചിട്ടില്ല എങ്കിൽ കൂടെ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഡിഗ്രി പഠിച്ച സമയത്ത് നമുക്ക് ഒരു 40%, 43%, 45% ഒക്കെ ഉള്ളെങ്കിലും അതിന് പറ്റുന്ന, അതായത് അതിന് മാസ്റ്റേഴ്സിന് ഓഫർ ലെറ്റർ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് UK-ലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. താങ്ക്